കൊരട്ടി ലയൺസ് ക്ലബ് നിർധരരായ 500 കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. സേവനപാതയിൽ 30 വർഷം പിന്നിട്ട കൊരട്ടിയിലെ ലയൺസ് ക്ലബ് നിർധരരായ 500-ൽ പരം രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് നടത്തുന്ന പദ്ധതി ഈ വർഷം നടപ്പാക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 18-ന് ചൊവ്വാഴ്ച രാവിലെ 10:30 കൊരട്ടി ലയൺസ് ഹാളിൽ വെച്ച് നടക്കും. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് കെ വാര്യർ ഉദ്ഘാടനം ചെയ്യും. ക്ലബ്ബ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോർജ് അധ്യക്ഷത വഹിക്കും. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തും. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി, അപ്പോളോ ഹോസ്പിറ്റൽ കറുകുറ്റി, ദേവമാതാ ഹോസ്പിറ്റൽ കൊരട്ടി എന്നീ ആശുപത്രികളുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കൂടാതെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കൊരട്ടിയുടെ സഹകരണത്തോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സൗജന്യ ഡയബറ്റിക് പരിശോധനയും രക്തസമ്മർദ്ദ പരിശോധനയും നടത്തും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോർജ്, വൈസ് പ്രസിഡന്റ് MJ ഫ്രാൻസിസ്, സെക്രട്ടറി MJ ഡെന്നി, ജോയിന്റ് സെക്രട്ടറി ബിനോയ് മേച്ചേരി, ട്രഷറർ ജോൺസൺ വർഗീസ്, ബേബി ചെറിയാൻ കല്ലൂക്കാരൻ, ജെയ്സൺ വെളിയത്ത് എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ ലയൺസ് ക്ലബ് ഓഫ് കൊരട്ടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോർജ്, സെക്രട്ടറി ഡെന്നി MJ, ട്രഷറർ ജോൺസൺ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ബിനോയ് മേച്ചേരി, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ബേബി ചെറിയാൻ, ജെയ്സൺ വെളിയത്ത്. ഞങ്ങളിന്ന് വന്നതിൻ്റെ ഉദ്ദേശം, ഞങ്ങൾ കൊരട്ടി ലയൺസ് ക്ലബ്ബ് ഒരു ലെഗസി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കൊരട്ടി ലയൺസ് ക്ലബ്ബ് ഏകദേശം 140ഓളം അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് നിർധനരായ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന, ആഴ്ചയിൽ 2 or 3 ഒക്കെ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന, അതും വർഷങ്ങളോളം ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന, കണ്ണീരും കൈയുമായിട്ട് ജീവിതം തള്ളി നീക്കുന്ന ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 500-ലധികം ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 18 കാലത്ത് 10:30 മണിക്ക് കൊരട്ടി ലയൺസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് 318D ലയൺസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ PMJF ലയൺസ് സുരേഷ് കെ വാര്യർ അവർകളാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീല സുബ്രഹ്മണ്യൻ അവർകളാണ്. യോഗത്തിൽ വാർഡ് മെമ്പർമാർ, മറ്റ് സാമൂഹ്യ പ്രതിനിധികൾ, ഞങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ, അപ്പോളോ ഹോസ്പിറ്റൽ കറുകുറ്റി, കൊരട്ടി ദേവമാത എന്നീ ഹോസ്പിറ്റലുകളാണ്. അവിടുത്തെ പ്രതിനിധികൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ വിശാലമായ ഒരു ഉദ്ഘാടന കർമ്മമാണ് ചൊവ്വാഴ്ച ഓഗസ്റ്റ് 18 നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കൊരട്ടി ലയൺസ് ക്ലബ്ബ് സ്ഥാപിതമായിട്ട് 30 വർഷം കഴിഞ്ഞു. ഇത് 31ാമത്തെ വർഷമാണ്. ഞങ്ങളുടെ മോട്ടോ തന്നെ വി സെർവ് എന്നുള്ളതാണ്. സെർവിങ് ഹാൻഡ്സ് ടച്ചിങ് ഹാർട്ട്സ് എന്നുള്ളതാണ് ഈ വർഷത്തെ ഞങ്ങളുടെ സ്ലോഗൻ. അത് മുറുകെ പിടിച്ചുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. രോഗികൾക്ക് സഹായം ചെയ്യുക, മരുന്നുകൾ മാസം തോറും നൽകുക, ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിച്ച് ഗുരുതര പരിക്ക് പറ്റിയവർക്ക് ഒക്കെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക, അവരെ ആശ്വസിപ്പിക്കുക, ഓർഫനേജുകളിൽ വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിക്കുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക, അവരുടെ മാനസിക ഉല്ലാസത്തിന് പറ്റിയ കാര്യങ്ങൾ ചെയ്യുക, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക, പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, പഠനത്തിന് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് സഹായങ്ങൾ നൽകുക, വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് അത് നൽകുക, വാട്ടർ ബെഡ് നൽകുക. കഴിഞ്ഞ വർഷം ഞങ്ങൾ കാല് നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് കൊടുക്കുകയുണ്ടായി. 7ഓളം വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു കൊരട്ടി ലയൺസ് ക്ലബ്ബ്. ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം അത് കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 500 ഡയാലിസിസിലധികം എന്ന് ഞങ്ങൾ പറയുന്നത്. കൂടുതൽ ഞങ്ങളുടെ ഫണ്ട് വരുന്നതിനനുസരിച്ച് ഞങ്ങൾ അതിൽ കൂടുതൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കൂടാതെ 365 ദിവസവും സൗജന്യമായിട്ട് കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ എതിർവശത്തുള്ള നീതി മെഡിക്കൽ ഷോപ്പിൽ സൗജന്യമായിട്ട് ഡയബറ്റിക് ചെക്കിങ്ങും അതുപോലെ തന്നെ BP ചെക്കിങ്ങിനുമുള്ള ഒരു സൗകര്യം കൂടി കൊരട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സഹകരണത്തോടുകൂടി ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്.
അപ്പോൾ ഈ യോഗത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർക്ക് പുറമെ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള പ്രതിനിധികളും ഉണ്ടായിരിക്കും. കൂടാതെ കൊരട്ടി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രതിനിധികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ വിസ്തൃതമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളിലെത്തണം. കൊരട്ടി പഞ്ചായത്തിലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് കൊരട്ടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാടുകുറ്റി, മേലൂര് തുടങ്ങിയ പഞ്ചായത്തുകളിലെയും ആവശ്യക്കാരായ നിർധനരായ രോഗികളെ കണ്ടെത്തി അവർക്കും ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.